എനിക്ക് നിങ്ങളുടെ മുന്നിൽ തന്ന ഒരു അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശേഷി കടന്നു എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ കടന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വചനത്തെ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിഭാഗിപ്പാൻ അടിയനെ ബലപ്പെടുത്തണമേ, ജനത്തിന്റെ ഹൃദയത്തെ തുറക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ ഒത്തിരി പ്രസംഗങ്ങളും ഒത്തിരി ദൈവാലോചനയും കേട്ടിട്ടുള്ള ഒരു സങ്കീർത്തനത്തിന്റെ ഒരു ഭാഗമാണ്, സങ്കീർത്തനമാണ് നാം വായിച്ചത്. We already heard a lot of sermons and also different kind of preachers and messages from this psalm. എനിക്ക് തന്ന സമയത്തിന് ഉള്ളിൽ നിന്ന് ആ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവച്ചിരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. I am going to make a small message from this prescribed psalm. 72-ാം സങ്കീർത്തനം അതിലെ 14-ാം വാക്യം ഒന്ന് വായിക്കാമോ? Can you read please verse 40 of this psalm? He will rescue their life from oppression and violence, and their blood with precious in his sight. He will redeem their life from oppression and violence, and precious shall be their blood in his sight. ഇന്ന് പീഡയും സാഹസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിനകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. We are living in a place full of violence and also persecution. പക്ഷെ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, but if there is a devotee, അല്ലെങ്കിൽ ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം, a child of God, അവന്റെ പ്രാണനെയും and the Lord is capable to keep his life, അവനുള്ള സകലത്തെയും, and the Lord is capable to keep all his possessions, വീണ്ടെടുക്കുന്ന ഒരു ദൈവമാണ്. and the Lord is a redeemer. അത് മനുഷ്യന്റെ ചിന്തയിലല്ല. It is not in man's thought. ഒരു മനുഷ്യൻ If there is a man, എങ്ങനെ മറ്റൊരു വ്യക്തിയെ തകർക്കാം, and he is thinking about how can you destroy another person, അവന്റെ നന്മ എങ്ങനെ മുടക്കാം, how can we cut off his benefits, എന്ന് ചിന്തിച്ച് and many times we think like that. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ This is the way they think about. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, For a man of God, അവൻ ജനിക്കുന്ന സമയം തൊട്ട് and from since his birth അവന്റെ മരണം വരെയുള്ള until his death, സകല കാര്യങ്ങളും all the things, ദൈവം നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ്. and the Lord already ordained. എന്റെ തലയിലെ തലമുടി വരെ എണ്ണി വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. And there is a God who counts on the exact number of our hairs on the head. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണോ ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്? Is it possible that are we thinking about several things and are the same things are coming up? എന്റെ നിങ്ങളുടെ കണക്കൂട്ടലെ തെറ്റിച്ചൊരു ദൈവമില്ല. And many of our calculations went wrong. ഇവിടുത്തെ സങ്കീർത്തനത്തിന്റെ ആകത്തുക ഇത്രയേ ഉള്ളൂ. And Psalm 72 is just the theme of the psalm. നീതിയുള്ള ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. There is a God of righteousness. He is with us. ദാവീദിന്റെ പ്രാണനെ വേട്ടയാടുന്ന ഒരു ശൗലിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. We can see David has been hunted by many enemies. കാരണം എന്തുകൊണ്ടാണ്? Do you know what is the purpose? ശൗല് ചെയ്യേണ്ടുന്ന കാര്യം ചെയ്യാതെ വന്നപ്പോൾ, and whatever Saul has to do, he didn't do it. പക്ഷെ ദാവീദ് ഇറങ്ങി ആ കാര്യം ചെയ്യുന്ന ഒരു പശ്ചാത്തലം നമുക്ക് കാണാനായിട്ട് സാധിക്കും. We can see that David is always working towards the call of God. എന്നെ നിങ്ങളെ ഒരു ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. We have a responsibility. ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്യാതിരുന്നാൽ, if I didn't do that responsibility, ദൈവം വേറൊരാളെ ഏൽപ്പിക്കും. and the Lord will hand over that work to another person. അതിനുള്ള ട്രെയിനിങ്ങിലാണ് ഞാനും നിങ്ങളും ഒക്കെ. And remember, we are in that training. മനസ്സിലായോ? Everybody understood this? നമ്മുടെ മുമ്പിൽ ചില പ്രശ്നങ്ങളെ ദൈവം സൃഷ്ടിക്കുന്നത്, and the Lord creates certain problems before us. നിന്നെ കേപ്പബിലിറ്റിയിലേക്ക് ഒന്ന് കൊണ്ടുവരാനാ. And he wants to make us capable. ദൈവം നിന്നെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കാനാ. And the Lord wants to do something for us. ഇശ്ശായി കുറെ ആടിനെ കൊടുത്ത് ദാവീദിനെ കാട്ടിൽ വിട്ട്, and Jesse he sent David with certain sheep into the forest. തന്റെ അവകാശത്തിലേക്ക് ദാവീദ് കടന്നു വരാതിരിക്കാനും വേണ്ടി മാത്രമാണ്. And it was his purpose, send him away so that he will not be blessed. കാരണം ജാരസന്തതിയിൽ ജനിച്ചതാ ദാവീദ്. And some people say he was born out of the wedlock. ചരിത്രം പഠിച്ചാൽ നമുക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. Certain times we can understand the history like that. ഇശ്ശായിയുടെ ചിന്തയ്ക്കകത്ത് ഉദിച്ച ഒരു ചിന്തയാണ്, കുറച്ച് ആടിനെ മേടിച്ച് കാട്ടി വിട്ട് കഴിഞ്ഞാൽ ദുഷ്ടമൃഗം കടിച്ചു കയറി ദാവീദിന്റെ ആ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യും. Jesse had an evil plan on David. പക്ഷെ പരിശുദ്ധാത്മാവ് തിരിച്ചു ചിന്തിച്ചു. But the Holy Spirit had a different plan. അവന്റെ അവകാശത്തിന്റെ നേരെ ചാടി വീണ ചില ദുഷ്ടമൃഗത്തെ വലിച്ചു കയറാനുള്ള അഭിഷേകം അവൻ അവിടുന്ന് പ്രാപിച്ച. And then the Lord saved him from all evil animals, wild animals. ഇത് പകരം എത്ര പേര് നമ്മുടെ മുമ്പിൽ ചാടി വീഴുന്ന ചില വിഷയങ്ങളെ ജയിച്ചു കയറാൻ ശ്രമിക്കുന്നുണ്ട്? Certain times we have a lot of problems jumping before us, and how do we revive?
ഞാനും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില വിഷയങ്ങളാണ് നമ്മുടെ മുമ്പിൽ ചാടിപ്പിക്കുന്നത്. And certain times we will never think about that kind of a problem occur. കാട്ടിപ്പോയി തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പും ദാവീദിനില്ലായിരുന്നു. And David did not have a ambition to come back either. പക്ഷേ അവൻ അവിടെ നിന്നുകൊണ്ട് ദൈവത്തിന് കിന്നരം വായിക്കാൻ തുടങ്ങി. And from in the forest he started singing. ആ കിന്നരം വായന അവനെ അഭിഷേകത്തിലേക്ക് ഉയർത്തി. And that songs uplifted him to a certain level. അവന്റെ ലെവൽ മാറാൻ തുടങ്ങി. And the level has been changed. ആ അഭിഷേകത്തിന്റെ പവർ സിംഹത്തിന്റെ വായിൽ തന്റെ അവകാശത്തെ പിടിച്ചെടുത്തത്. And that the power of the anointing, and it was able to tear the lions. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യുദ്ധം തുടങ്ങി. 40 രാവും 40 പകലും ഒരു ഫിലിസ്തീയ മല്ലൻ വെല്ലുവിളിക്കുന്നു. And there is a strong man challenged David and the Israeli forces for 40 days. ഇസ്രായേലിന്റെ രാജാവിന് ഒന്നും ചെയ്യാൻ പറ്റാതെ നോക്കി നിൽക്കുന്ന ഒരവസ്ഥ. Saul was unable to do anything. സത്യത്തിൽ ശൗലല്ലേ ഈ ജനത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? And it was his duty to go and encounter the Goliath. നമ്മളെ ഏൽപ്പിച്ച ചില ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മൾ ഉറങ്ങി പോകരുത്. Don't forget about our responsibilities. Don't sleep on the responsibilities. ശൗലിന് ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുകയാണ്. Saul was incapable to do anything. കുറച്ചു നേരമൊക്കെ ഇങ്ങനെ വെല്ലുവിളിക്കുമ്പോൾ ശൗലും പടയാളികളും അങ്ങോട്ട് ചെന്നിട്ട് പിന്നെ ഓടിപ്പോകുന്ന ഒരു പശ്ചാത്തലമാണ്. And we can see a cat and mouse game during those days. ചേട്ടന്മാരുടെ സുഖവിവരം അറിയാനായിട്ട് ചെന്ന ദാവീദ് And David wanted to inquire about the benefits of his brothers. അവിടെ കേൾക്കുന്നത് ഒരു വെല്ലുവിളിയാണ്. And he heard a challenge in the valley of Elah. ആ വെല്ലുവിളി അവൻ സ്വയം ഒന്ന് ഏറ്റെടുത്തു. And he had occupied and he taken charge of the situation. 40 രാവും 40 പകലത്തെ വിഷയത്തെ കേവലം ചില സെക്കൻഡുകൾ അവൻ ജയിച്ചു കയറി. And in 40 days, and all these Israelites failed, but David was a winner. ഞാൻ കമ്പി സന്ദേശത്തിൽ ഒന്ന് കയറുക. ചരിത്രം നിങ്ങൾക്കറിയാം, കൂടുതൽ Everybody knows പറയുന്നത്. the history, and I don't want to make elaboration, but a short message. പക്ഷേ അന്ന് തൊട്ട് തുടങ്ങിയ ഒരു അസൂയയുടെ ആത്മാവാണ് ദാവീദിന്റെ പ്രാണന് വിരോധമായി നിൽക്കുന്നത്. From that day onwards, there is a spirit of envy continued all his lives. കാരണം ദൈവം ദാവീദിനെ പ്രൊജക്ട് ചെയ്ത് കാട്ടിൽ നിന്നും ഇസ്രായേലിൽ മുഴുവനും അവന്റെ പേര് പരക്കത്തക്ക നിലവാരത്തിൽ ദൈവം ഉയർത്തി. And God uplifted him all Israel and also abroad. ഇന്ന് ഏതെങ്കിലും കാരണം കൊണ്ട് ഒതുങ്ങിപ്പോയിരിക്കുന്ന ഏതെങ്കിലും മേഖലയിൽ ഒതുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിത്വങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉയർത്തുന്ന പകല. Remember that anybody passing through this kind of a situation, the Lord is able to lift you up. ഇവിടെ ഒറ്റ കാര്യങ്ങളുള്ളൂ. അന്നേരം അവിടെ നിന്ന് സ്ത്രീകൾ കുറച്ച് പാട്ടുപാടി. And we can hear that the Israeli virgins, they were singing songs. ആ പാട്ട് ശൗലിന്റെ ചെവിക്കകത്ത് കേട്ടപ്പോൾ And when King Saul heard that song, അവിടെ വെച്ച് അസൂയയുടെ ആത്മാവ് കയറി. and that time he started have an envy on David. അവിടെ വെച്ച് തന്നെ അഭിഷേകം ചെയ്ത ആ അഭിഷേകത്തിന്റെ പവർ ഓർത്തില്ല. He didn't remember the power of the anointing upon him. ഒരു ദൈവവൈദ്യൻ എന്ന മറന്ന്, ഒരു അഭിഷക്തൻ എന്ന നിലം മറന്ന്, And he forgot about that he is also anointed. എങ്ങനെയെങ്കിലും ദാവീദിനെ കൊല്ലണം, ദാവീദിന്റെ പ്രാണൻ അപകടത്തിൽപ്പെടണമെന്നുള്ള ഒറ്റ ചിന്തയ്ക്കകത്താണ് ശൗൽ നിൽക്കുന്നത്. So he had only one motto: eliminate David. കാരണം ശൗലിന്റെ കസേര ഒന്ന് ഉറപ്പിക്കണം. So he wanted to conquer his throne. ഇനി ദാവീദിനെ ജനം അംഗീകരിച്ചു കഴിഞ്ഞാൽ ശൗലിനെ അംഗീകരിക്കാതെ വന്നു കഴിഞ്ഞാലോ എന്നുള്ളൊരു ചിന്തയാണ് അകത്ത് And കയറിയത്. he had a plan in his evil plan that if David is accepted by the people of Israel, he will be rejected. അങ്ങനെ പോകുന്ന ഒരു പശ്ചാത്തലം. And that was the background we studied. ഇസ്രായേൽ മുഴുവനും തന്റെ കിങ്കരന്മാരെ, തന്റെ ഭൃത്യന്മാരെ കൊല്ലാനും വേണ്ടി പറഞ്ഞയക്കുന്ന ഒരു ശൗൽ, ദാവീദിനെ കൊല്ലാനും വേണ്ടി തന്റെ കിങ്കരന്മാരെ പറഞ്ഞയക്കുന്ന ഒരു പശ്ചാത്തലം നമുക്ക് Saul കാണാനായിട്ട്. sent henchmen to kill David in different places. പക്ഷെ ദൈവത്തിന്റെ അഭിഷക്തനെ സൂക്ഷിച്ചു ഒരു ദൈവശക്തി. Remember, he was anointed of God and he has been protected. ദാവീദിനെ തിരക്കി ശൗലും തന്റെ കൂട്ടാളികളും നടക്കുന്നു. ഒരു പക്ഷേ അവൻ ഗുഹയ്ക്കകത്ത് വെച്ച് ദാവീദ് ചെന്ന് തന്റെ കുന്തവും തന്റെ ജലപാത്രവും എടുത്തുകൊണ്ട് അവൻ തിരിച്ചു വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അവിടെ വെച്ച് വേണമെങ്കിൽ ദാവീദിന് ശൗലിനെ കൊല്ലാമായിരുന്നു. David had a very good opportunity to kill Saul. പക്ഷെ കൂടെ വന്ന ഭൃത്യൻ പറഞ്ഞു, യജമാനനെ ഞാൻ ഇപ്പോൾ ശൗലിനെ കൊല്ലട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഒറ്റ അവൻ മറുപടിയാ വന്നത്, യഹോവയുടെ അഭിഷക്തനെ ഞാൻ തൊടത്തില്ല. And he said that a servant asked him, I will kill him right away. But David replied, he is the anointed of God. Don't touch him. പ്രതികാരം ചെയ്യാൻ നല്ലൊരു അവസരമാണ്. He had a wonderful opportunity. നമ്മളായിരുന്നെങ്കിലും Had he been in his place, what about us?
അന്നേരം പാസ്റ്റർന്നോ അവിടെ നിന്നോ ഓവർസിയർന്നോ പ്രസിഡന്റിനോ ഒന്നും നോക്കാതെ ഒറ്റയടിക്ക് തന്റെ കാര്യം നടത്തി തിരിച്ചു വന്നേനെ. Had it been we will think of in a different plan. പക്ഷെ പരിശുദ്ധാത്മാവ് But the Holy Spirit, ദാവീദും ശൗലും തമ്മിലുള്ള വ്യത്യാസത്തെ തിരിച്ചറിയുന്നതിനു വേണ്ടി ആമേൻ ദൈവാത്മാവ് ദാവീദിന്റെ മേൽ നന്നായി ഒന്ന് ഇടപെട്ടു. I remember the Holy Spirit walked on David and he had a wise counsel from the Holy Spirit. അതിന്റെ മറുസ്ഥലത്ത് നിന്നുകൊണ്ട് ദാവീദ് ചോദിക്കുന്ന ഒരു പശ്ചാത്തലം കൊണ്ട്, അല്ലയോ ശൗലിന്റെ ഭൃത്യനെ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഇന്നലെ രാത്രി എന്താണ് നിന്റെ യജമാനെ നീ കാൽക്കാതിരുന്നത്? അമ്മ 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ 26-ാം അധ്യായത്തിനകത്തോട്ട് വരുമ്പോൾ പശ്ചാത്തലം കിടപ്പുണ്ട്. സമയമില്ല, ഞാൻ അങ്ങോട്ട് നിൽക്കുന്നില്ല. ഇവിടെ In 1 Samuel chapter 26 we can see this kind of a situation, but I don't want to go into detail. പക്ഷെ തന്റെ ഭൃത്യൻ പോലും ശൗലിനെ സൂക്ഷിക്കാതിരുന്ന ഒരു സമയത്താണ് ദാവീദും തന്റെ ഭൃത്യന്മാരും കൂടെ ഗുഹയ്ക്കകത്ത് കയറുന്നതും And Saul's bodyguard was unable to keep him safe. തിരിച്ച് ശൗലിന് പശ്ചാത്താപം ഉണ്ടാക്കത്തക്ക നിലവാരത്തിൽ ദാവീദിനെ ദൈവം അവിടെ ഉപയോഗിച്ചു. Remember that wonderful situation God used in terms of David. അതുകൊണ്ടാണ് ഒരു ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ട് ശൗലിനൊരു ആവിസ്തോത്ര റിപ്പന്റൻസ് ദൈവം കൊടുത്തത്. Remember that time King Saul had a repentance on him. ഇന്ന് പകല് ശൗല് വേട്ടയാടി നടക്കുന്ന ദാവീദിനെ അവൻ ശൗലിന്റെ ഗുഹയ്ക്കകത്ത് കൊണ്ടു ചെന്നിട്ട് പോലും പ്രതികാരം ചെയ്യിപ്പിച്ച് അത് തിരിച്ചു വന്നെങ്കിൽ ഇന്ന് പകൽ എന്നെയും നിങ്ങളെയും ദൈവത്തിനു വേണ്ടി മാനപാത്രമാക്കാനാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. Remember that if you don't take revenge on a certain occasions, the Lord is going to honor you and the Lord is going to lift you up. ഇവിടെ ഭൃത്യനോട് ചോദിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അവിടെ വെച്ച് സ്തോത്രം നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മറന്നു പോയി കഴിഞ്ഞാൽ ശത്രു പാളയത്തിനകത്ത് തന്നെ കയറും. Remember, if we forget our own responsibilities, the evil forces may intrude. ഇവിടെ ദാവീദിന്റെ പ്രാണനെ സൂക്ഷിച്ച് ശൗല് പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നീ ജയിക്കാൻ പോവുകയാണ്. And remember, he said that you are going to be a winner. ഇനി Saul himself said it. ശൗല് ദാവീദിനോട് പറയും, ഇനി ഞാൻ നിന്റെ പുറകെ നടക്കത്തില്ല. I will not come back afterwards you. ഇനി നിന്നെ ഞാൻ കൊല്ലാൻ വരുന്നില്ല. I will not try to kill you anymore. കാരണം ദൈവം ഒന്ന് നിശ്ചയിച്ചു വെച്ചിട്ട് ഗിൽബോവ പർവ്വതത്തിൽ ശൗലിന് ഒരു കൊലക്കളം തമ്പുരാൻ നിർവഹിച്ചു വെച്ചിട്ടുണ്ട്. അത് ആവിസ്തോത്രം നടക്കണമെങ്കിൽ ദാവീദ് അവനെ കൊല്ലാൻ പറ്റത്തില്ല. Remember that David cannot kill him because his destiny is already predestined and he has a problem going to be on Mount Gilboa. അത് നമുക്കെതിരെ ആര് നിന്നാലും ശരി, Whoever is against us, പ്രാർത്ഥിക്കുന്നവനെതിരെ, and if we pray hard, ഒരു ദൈവവൈദ്യനെതിരെ, and a child of God, ദൈവവൈദ്യൻ രാവിലെ ദിവസം ക്ലാസ് എടുത്തപ്പോൾ ഡെഫിനിഷൻസ് ഒക്കെ പറഞ്ഞ് നാവ് കൊണ്ട് മറ്റുള്ളവരെ ദോഷം വരുത്താതെ, നാവ് കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയാസം വരുത്താതെ ഇരിക്കുന്നവരാണ് ദൈവവൈദ്യൻ. I remember that we had a Bible class this morning from the servant of God. We need to control our tongue. നമ്മൾ will be the child of God. ഇന്ന് ദൈവവൈദ്യനാന്ന് പറഞ്ഞ ലേബൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തികളിൽ പലതും കാണുന്നില്ല. Only we have the child of God as a label, but not in our actions. അതുകൊണ്ടാണ് ഒരു യഥാർത്ഥ ഭക്തനെ ദൈവം സൂക്ഷിക്കപ്പെടും. Remember, all the time God will protect a true believer. ശൗലിന്റെ കയ്യിൽ നിന്ന് ദാവീദിന്റെ പ്രാണനെ വിടുവിച്ച് ദൈവം പുറത്തു കൊണ്ടുവന്നെങ്കിൽ, And the Lord brought him out, and he is a faithful God. ഇന്ന് പകൽ നമ്മൾ ദൈവത്തോട് വിശ്വസ്തതയായിട്ട് നിൽക്കുന്നെങ്കിൽ, And if we had it been, we are faithful to God. ദൈവം ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യുന്നെങ്കിൽ, If we do all the things He given to you and we do it effectively. ശത്രു എത്ര ചാർട്ട് ചെയ്ത് നിന്റെ പുറകെ വന്നാലും ശരി, Whatever be the evil plans of the devil, ശത്രുവിന്റെ കയ്യിൽ നിന്ന് and from the enemies, ദൈവം നമ്മുടെ പ്രാണനെ സൂക്ഷിച്ച്, and the Lord will keep your life safe. ഒരു പൊടി പോലും ഒരു പോർല് പോലും ഏക്കാതെ Nothing will happen to you, ദൈവം നമ്മെ സൂക്ഷിക്കും. and He will keep you safe. അതാണ് നാം വായിച്ച 72-ാം സങ്കീർത്തനം 14-ാം വാക്യം പറയുന്നത് വളരെ വ്യക്തമാണ്. Remember, Psalm 72 verse 14 says this kind of a message. ഈ വാക്യത്തിന്റെ സ്തോത്ര മഹത്വം നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ, And we understand this the essence of this message. ദൈവഹിത പ്രകാരം, And according to the will of God, ദൈവത്തിന്റെ ആലോചന പ്രകാരം, and according to His counsel, മുന്നോട്ട് നടന്നെങ്കിൽ മാത്രമേ with that plan we need to move around. ഇത് നമ്മുടെ ജീവിതത്തിൽ സാധിക്കത്തുള്ളൂ. And this will happen in our lives. എത്ര പേർക്ക് ഇതനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട്? How many people can follow this message?
ഈ വചനങ്ങൾ ദൈവം നമ്മെ And അനുഗ്രഹിക്കട്ടെ. the Lord bless you with this message. നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. Let's close our eyes and we're going to pray. പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് തന്ന വാക്യാംശത്തിനായി സ്തോത്രം. അഭിപ്രായിച്ച് ദൈവമേ അങ്ങ് ഓരോ ജനത്തോടും ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതനുസരിച്ച് ജീവിക്കുവാൻ ദൈവം ജീവിതത്തിൽ അമിത അഭിഷേകത്തോട് ശക്തിയോട് നേർന്ന് ശത്രുവിന്റെ സകല തന്ത്രങ്ങളിൽ ജയിച്ചു വരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന അന്വേഷിച്ച് ഏറ്റവും അനുഗ്രഹത്തിനും സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.